ഏ വിജയം വിജയം. എടാ എന്ത് മാത്രം പ്രോഗ്രസ് എന്നറിയാം. എടാ ഞാൻ വേറൊരു അരമണിക്കൂർ കൂടിപ്പോയൊരു 1 മണിക്കൂർ എഫ് കഴിഞ്ഞിട്ടുണ്ടാവും. നാളെ 45 കോപ്പി എടുത്തിട്ട് ഏകദേശം 3 സ്നാക്ക് ഓഫ് നമ്മുടെ അയൺ ആൻഡ് 30 സ്ട്രിങ് ആൻഡ് 45 കോപ്പി. അല്ലാതെ ഇത് കിട്ടുന്ന പോലെ വർക്കാവുന്നുണ്ട്. എന്താണ്ട് എന്ന് വെച്ചാൽ ഇവിടെ വരും, ഇതിൻ്റെ ഉള്ളിൽ കയറും. അയ്യോ ഓക്കെ, ഇതങ്ങ് നടക്കും. ബഗ് ഇവിടെ ഇതങ്ങ് തുറക്കും, അടുത്തോട്ടേക്കും. ഓക്കെ ഡൺ. എനിക്കാകുമ്പോൾ ഇതങ്ങ് അടച്ചിട്ട് ഒരു ലാവ ബക്കറ്റ് എടുത്ത് ഇവിടെ അങ്ങ് വെക്കും. പെർഫെക്റ്റ്. ഇങ്ങനെ അങ്ങ് നോക്കി നിൽക്കും. ഇതായിരുന്നു ഇത്ര നേരത്തെ പരിപാടി. അങ്ങനെ നമുക്ക് ഏകദേശം 3 സ്റ്റാക്ക് ഓഫ് ഓക്കെ 3 സ്റ്റാക്ക് ആയി. 3 സ്റ്റാക്ക് സ്റ്റാക്കും 3 അയണും കിട്ടിയിട്ടുണ്ട്. അല്ല 3 സ്റ്റാക്കും 2 അയണും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മിഷൻ കഴിഞ്ഞിരിക്കുന്നു. നമുക്കിങ്ങോട്ടേക്കൊക്കെ വരണം. അതിനു മുമ്പ് നമ്മളവിടെ ഈ ചെസ്റ്റിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളും പൊട്ടിച്ചെടുത്തോണ്ട് പോകണം. എടുത്തോണ്ട് പോകാൻ പണിയൊന്നുമില്ല, എടുക്കാൻ പോവാം. അപ്പം നമ്മളെ വീട് ഇങ്ങോട്ടാണ്. അതിന് കുറച്ച് ഫുഡ് കഴിക്കട്ടെ. എടാ ഞാൻ പിന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കി. നമ്മള് വീട് നോക്കണ സെറ്റപ്പ് ആയില്ലേ. വീട് ഇപ്പം കാണാൻ എങ്ങനെയുണ്ട്? ഇപ്പം കാണാൻ എങ്ങനെയുണ്ട്? എടാ ഇപ്പം അതൊരു വീടാണ്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ആൾക്ക് 3 ഡയമണ്ട് കിട്ടിയിട്ടുണ്ടല്ലോ. അതിനെ കൊണ്ട് ഇതിൻ്റെ അടുത്തൊരു ലാവ പൂളുണ്ട്, അവിടെ പോവും, ഓബ്സിഡിയൻ ആക്കും, എടുക്കും, വരും, പോർട്ടൽ ഉണ്ടാക്കും. മോനെ നെതറിലങ്ങ് കയറിപ്പോവും. എന്നിട്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അധികം സാധനങ്ങളൊന്നും കയ്യിൽ വെക്കരുത്, അല്ലെങ്കിൽ പിന്നെ എൻ്റെ കാര്യമൊന്നും പറയാനാവില്ല. ആദ്യം തന്നെ നമുക്ക് വാല്യുബിൾസ് ഒക്കെ എടുത്തിട്ട് വെക്കാം. അതിനൊന്നും വേണ്ടാത്ത സാധനം നോക്കട്ടെ. ഓക്കെ, അയം വേണ്ടാത്ത സാധനത്തിൽ കൂട്ടിട്ട് അതൊക്കെ വെക്കാം. അയൊക്കെ ഇഷ്ടംമാതിരി. കുറച്ച് ബിൽഡിംഗ് ബ്ലോക്ക് വേണം. പിന്നെ വേറെ വാല്യുബിൾസ് പോയിട്ട് അങ്ങനെ ഒന്നുമില്ല. ടോർച്ച് ഇരുന്നോട്ട്. ഫുഡ് വേണം, ലാവ വേണ്ട, വാട്ടർ ബക്കറ്റ് വേണം, ഹോപ്പർ വേണ്ട, ബെഡ് ഇവിടെ വെക്കാൻ നിൽക്കാണ്. കാരണം ഞാൻ അറിയാതെ ഇതിനകത്ത് വെച്ച് ക്ലിക്ക് ചെയ്ത് ഒട്ടിത്തെറിച്ച് പ്രശ്നമാവുണ്ടല്ലോ. ഈ സാധനങ്ങൾ മതി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അവിടെ റെസ്പോൺസ് സെറ്റ് ചെയ്യാനാവില്ലല്ലോ. നമ്മളിത് മഴയത്താണ് കൂട്ടുകാരെ നമ്മൾ പോകാൻ പോകുന്നത്. അങ്ങനെ ഓട്ടം ഇഷ്ടമാണോ? ഇഷ്ടമല്ല. നമുക്ക് പോർട്ടൽ ഈ സൈഡിലേക്ക് ഉണ്ടാക്കാം. ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇവിടെ നല്ലൊരു കസ്റ്റം സുധിയണ്ണൻ്റെ ഇതൊക്കെ ഇല്ല. അതേപോലെ കസ്റ്റമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും. കസ്റ്റം ചെയ്ത് ഇവിടെ ഒരു ലാവ പൂ ഉണ്ട്. ഞാൻ കണ്ടുകഴിഞ്ഞു. അയ്യോ, ഡയമണ്ട് പിക്കാക്സ് എടുക്കാൻ പറഞ്ഞു. നമ്മളെ ഫസ്റ്റത്തെ പിക്കാക്സ് അല്ലേ, അതും ഡയമണ്ട്. ഡയമണ്ട് കുറച്ച് വുഡ് എടുത്തേക്കാണ് ആവശ്യം വരും. വുഡൊക്കെ നല്ല എപ്പോൾ ആവശ്യം വരും സാധനം. അതെടുക്കുക, ഡയമണ്ട് ആക്കുക.
ലാൻഡ് ഫുൾ സ്റ്റിക്കാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക. ഇവിടെ ഡയമണ്ട് സ്പിയറോ തൽക്കാലത്തേക്ക് നമുക്ക് ഡയമണ്ട് പിക്കാക്സ് അതിന് മുമ്പ് കണ്ടെടുക്കുക. ആ സ്പിയർ ഉണ്ട്, അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അയൺ സ്പിയർ വേണ്ട. അയൺ സ്പിയർ ഉണ്ടാക്കാൻ നമുക്കൊന്ന് അയൺ പിക്കാക്സ് രണ്ടെണ്ണം പിന്നൊരു സ്പിയർ അയൺ സ്പിയർ ഏതാ ലുക്ക്. ഓക്കെ, അപ്പം നമുക്കിനി ഇത് മൈൻഡ് ചെയ്ത് തരാം. ഇനി ഇതെപ്പോൾ കഴിയുമെന്ന് എനിക്കറിയില്ലടെ, കാരണം ഒബ്സിഡിയൻ പൊട്ടിക്കാൻ നല്ല പണിയാണ്. അതിന് വേണ്ടി നമ്മൾ കണ്ട് ഇവിടെ ഒരു ബ്ലോക്ക് ഓഫ് വാട്ടർ വെക്കുക, കുഴിക്കുക. പെർഫെക്റ്റോ. ഇനി ഒരു ചലഞ്ച് തരാം നിങ്ങൾക്ക്. ഞാൻ ഇത് കുഴിക്കുന്നത് ഫുള്ള് ഞാൻ വീഡിയോ കാണിക്കും. അത് ഫുള്ള് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടതാണ്. നിങ്ങളൊരു ട്രൂ മൈൻക്രാഫ്റ്റ് പ്ലെയർ ആണെങ്കിൽ ഇതൊക്കെ സുധിയെണ്ണം പഠിപ്പിച്ചെന്നാണ്. അതെ സത്യം. ഓക്കെ, 8 അയച്ചിട്ടുണ്ട്. ഇനി ഒരു 3 കൂടി വേണം. 1 എക്സ്ട്രാ ആണ്. ഇതിനാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. ഒരിടത്തേക്കാണ്. ചെയ്യണം. ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് വേണ്ടത് എടുത്തിട്ടുണ്ട്. കുട്ടിയെ കൊണ്ട് വിട്ടുപോ. അത്രയില്ല. നമ്മളെ വോയിസ് അതാണ്. ഇനി ഇതൊക്കെ നല്ല ബിൽഡൊക്കെ ആക്കണം. അത് നാളെ ആക്കാം. നമുക്കിന്ന് വേണ്ടത് ഒരു 20 കോട്സ് നമ്മളെ വീട്ടിലെത്തിക്കാൻ കഴിഞ്ഞ് നമ്മൾ ജയിച്ചു. അത്രയേ ഉള്ളൂ ഇന്നത്തെ ചലഞ്ച്. 20 കോട്സ്. കാരണം എനിക്ക് മറ്റേ ഇതില്ല, ഒബ്സർവർ ഉണ്ടാക്കണം. ഒബ്സർവറ്, റിപ്പീറ്ററ്, അങ്ങനത്തെ റെഡ്സ്റ്റോൺ ടൈപ്പ് സംഭവങ്ങളൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്വാർട്സ് വേണം. ക്വാർട്സിനാണ് നമ്മളിപ്പോൾ പോകുന്നത്. വേറെ ഉദ്ദേശമൊന്നുമില്ല. നമുക്ക് ഇനി ഇങ്ങോട്ട് വെക്കണം. ഇങ്ങനെയാണെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ. അത് തെറ്റിപ്പോൾ നമുക്ക് ഡയമണ്ട് പിക്കാക്സ് ഒക്കെ ഉണ്ടെന്നാലും 1 2 3 ബ്ലോക്ക് 1 എക്സ്ട്രാ വേണ്ടതാണ്. ഓക്കെ ബ്രോ. ഓക്കെ. ഫ്രിഞ്ച് വേണ്ടേ? എടാ, ഞാനത് മറന്നുപോയി.
എടി ഇത് ഉണ്ടാക്കിയപ്പോഴല്ലോ കത്തിക്കാൻ എന്തെങ്കിലും വേണ്ടേ? പണിയായാ? എടാ ഫ്ലിഞ്ചില്ലടാ. ഫ്ലിഞ്ച് ഉണ്ടാവുന്നത് ഫ്ലിഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഫ്ലിഞ്ചില്ലല്ലോ. അയ്യോ ആദ്യം ഒന്ന് ഉറങ്ങാൻ എനിക്ക് നൈറ്റായെന്ന് തോന്നുന്നു. നൈറ്റായെന്ന് പറ. നൈറ്റ് അടാ നൈറ്റ് ആയിട്ടടാ. കഷ്ടപ്പെട്ട് ഫ്ലിഞ്ച് ഒപ്പിച്ചോണ്ട് വരണം. എവിടെ അല്ലെങ്കിൽ നമുക്ക് മറ്റേ ട്രിപ്പ് എടുത്താലോ? ഞാൻ കുറച്ച് യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവിടെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. വർക്കായ മതിയല്ലോ. നമുക്ക് ഈ ഒബ്സിഡിയൻ കൊടുക്കാം. അയ്യോ ഞാൻ ഡയമണ്ട് പിക്കൽസ് എടുത്തില്ല. പണിയാണ്, എന്തായാലും കിട്ടൂല്ല. എടാ അയ്യോ അതിൻ്റെ മുകളിലേക്കല്ലേ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താ പോരെ? നമ്മളോടാ കളി. അല്ലേ എടാ സ്പിയർ നോക്കടാ. ഓ ഇതിനല്ലേ ഇതിങ്ങനെയാക്കലോ. ഇതിന് ഇവിടെ ഒഴിക്കണം അല്ലേ? ഫയർ എന്നിട്ട് ഈ വുഡ് കയറി പിടിക്കും. അതായത് വുഡിൻ്റെ മുകളിൽ ഫയർ വരും. ആ ഫയർ സ്പ്രെഡായി ഇപ്പുറത്തേക്ക് എത്തും. രാത്രി സ്ലീപ്പ്. നിനക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കില്ലേ പ്രഷർ പ്ലേറ്റ് ഒന്ന് ഉണ്ടാക്കി വെക്കണം. ഒന്നുകൂടി വേണം. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് വലിയ ചൊറയാണ്. ഈ രാത്രി ഞാൻ വരും പിന്നെ വാതിൽ അടക്കാൻ പറ്റും. ഓക്കെയാണ്, വാതിൽ തുറക്കാം, കയറാം. പെർഫെക്റ്റ്. അയ്യോ നമുക്ക് വേണ്ട. പെർഫെക്റ്റ്. ഓടി വരണതാ. തോന്നുന്നില്ല, സത്യം പറഞ്ഞത് വർക്കാവുന്നൊക്കെ തോന്നുന്നില്ല. ഞാൻ ചെയ്തെടുത്തിട്ടാകുമ്പോൾ എൻ്റെ അടിയിലേക്ക് വെച്ചാലോ? ഇതോ അല്ലെങ്കിൽ ഓക്കെ പെർഫെക്റ്റ്. ഇതിനി കത്തേണ്ടതാണ്. ഇത് കുറേ നേരം ഈ ബ്ലോക്ക് മാത്രം കത്തണേ. എന്നിട്ടാകുമ്പോൾ ഞാനവിടെ പോയി അന്നേരം ഉണ്ട് താൻ്റെ ഫ്രിഞ്ച്. പിന്നെ ഫ്രിഞ്ച് സ്ഥിരം ഉണ്ടാക്കി. ട്രിപ്പൊന്നും വർക്കാവുന്നൊക്കെ തോന്നുന്നില്ല എൻ്റെ ഒരു യുക്തി വെച്ചിട്ട്. അപ്പോൾ നോക്കാണ്ട് ഈ ലാഭം വിളിച്ചെടുത്തേക്കാം, കളയുണ്ടാവുന്നത്. അയ്യോ ഇത് കളയാം. ഓക്കെ, നമ്മൾ പോകാൻ പോവുകയാണ് നെതറിലേക്ക് കൂട്ടുകാരെ. അതിനു മുമ്പ് ഒരു ബഗ് ഉണ്ട്, അത് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ കുറേ സമയം എടുക്കും. നിങ്ങൾക്കും അത് ബോറാവും, എനിക്കും അത് ബോറാവും. എന്നുവെച്ചാൽ ഒരു ബ്ലോക്ക് എടുക്കുക, ഉള്ളിലേക്ക് അങ്ങിടുക. ഇത് ഉള്ളിലേക്ക് പോകണം, എന്നാലേ ബഗ് നിർത്തി ഉള്ളിലേക്ക് അങ്ങിടും. അത് ഉള്ളിലേക്ക് പോയില്ലാത്തതെന്ത്? എടി ഇത് പണ്ടൊക്കെ പോകുന്നത് കുറച്ച് അധികം നേരം എടുക്കും. അതായത് നെതറിൽ
ഈ ബസാട്ട ഓക്കെ നമ്മളിത് എവിടെ നെതർ വേസ്റ്റ് ഉണ്ട്. അയ്യോ നല്ല സ്ഥലത്ത് ഇത് എടാ എടാ അയ്യോ 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 തീ കിട്ടു. ഇത് നമുക്ക് ഈ ബ്രിഡ്ജ് നമുക്ക് താഴെ വരെ ആക്കണം. അയ്യോ 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 എടാ ബ്ലോക്കൊന്നും വീഴണ്ടടാ. കോച്ച് എൻഡർമാൻ്റെ കണ്ണിൽ ചതിൽ അത് എന്തുവാടാ. പുറത്ത് എന്തൊക്കെയോ നടക്കണം. എനിക്ക് പേടിയാ വന്നു പുറത്തേക്ക് പോകാൻ. നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ക്വാർട്സ് വേണം. അതിനുവേണ്ടി ഒരു ബ്ലോക്ക് കൊടുക്കുക, ഈ ഒരു ബ്ലോക്ക് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ ക്വാർട്സ് അതാണ് ഇങ്ങനെ സേഫായിട്ട് ക്വാർട്സ് മൈൻ ചെയ്യുക. പ്രശ്നം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ 10 മിനിറ്റ് അറ്റ്ലീസ്റ്റ് എന്തായാലും നമ്മൾ പറഞ്ഞ 20 കെട്ടല്ലേ ചെല്ലാൻ പോലെ. അറ്റ്ലീസ്റ്റ് ഫുൾ ഹെൽത്തെങ്കിലും ആക്കട്ടെ. പക്ഷേ കുറച്ച് ലോസ്റ്റോട് കൂടി എടുക്കാം. എന്തായാലും ബസാട്ടല്ലല്ലോ, അത് മതി. താണ്ട് കിടക്കണം. നമുക്കുണ്ട് അവടി കുറച്ച് മാഗ്മ ബ്ലോക്കും കൂടി എടുത്തിട്ട് പോവാം. ഇതിനാണ് എന്നോട് ചോദിക്കുന്നത്. എന്തായാലും ഞാൻ എടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആവശ്യം വരും. ഫ്യൂച്ചറിൽ ആവശ്യം വരാതിരിക്കും. ഹെൽത്ത് നമുക്ക് ഫുള്ളാക്കി വെക്കണം. പിക്കാക്സ് ഇപ്പോൾ പൊട്ടും. ഇതിന് നല്ല XP കിട്ടും കേട്ടോ. XP ഓക്കെ 21 ഇപ്പോഴേ ആയി. എന്നാലും നമുക്ക് കുറച്ചുകൂടി എടുത്തേക്കാം. കിട്ടുന്നതൊക്കെ എടുക്കാം. അതാണ് നമ്മുടെ കോഴ്സ്. കുറച്ച് നെതറാക്കും കൂടി എടുക്കാം. ബെസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്കാണിപ്പോൾ നമ്മുടെ കീഴിൽ നമുക്ക് നല്ല നമ്മുടെ മാഗ്മ ബ്ലോക്കും കൂടി ഒന്ന് എടുത്തേക്കാം. ഓക്കെ ഇതിങ്ങനെ സാധാരണ ഈ നെതർ വേസ്റ്റിൽ സ്പോണാന്ന് എനിക്കറിയില്ലായിരുന്നു. ഏത് നമ്മളെ മാഗ്മ ക്യൂബ് സാധാരണ അങ്ങനെ കാണാറില്ല. ഇതിൻ്റെ സ്പോണേഴ്സ് നമ്മളെ ബാസ്റ്റിനിലൊക്കെ കാണാറുണ്ട്. ഇതിങ്ങനെ സ്പോണാന്ന് അറിയില്ല. ഇത് എത്രയാടാ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിലെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ ട്രേഡിങ് ഹാളാണ്. നമ്മൾ അയൺ ഫാം ഉണ്ടാക്കി നമുക്ക് ട്രേഡ് ചെയ്യാൻ അയണുണ്ട്. അത് മതി. ഇത് ഞാൻ മിക്കവാറും ഫുൾ എടുക്കും കേട്ടോ. ഇത് അത്യാവശ്യമുണ്ട്. 3 സ്റ്റെക്കൊക്കെ ഉണ്ടാവും. 3 സ്റ്റെക്കൊക്കെ എന്തായാലും ഉണ്ടാവും. കഴിഞ്ഞല്ലോ. 2 സ്റ്റെക്ക് ഇല്ല, 2 സ്റ്റെക്ക് മിനിമം 2 സ്റ്റെക്ക്.
ഇത് പൊള്ളട കാല്. എടാ ആ പിക്കാക്സും പൊട്ടി. ഇതാണ്ട് 2.5 സ്റ്റാക്ക് ആവാനായി. എന്നാലും ഇത് എങ്ങനെടാ? എടാ പിക്കാക്സ് പൊട്ടി. അതാണ് ഈ ഒറ്റ പിക്കാക്സ് കൂടിയല്ലോ. കുറച്ച് സാധനം കൂടി എടുക്കാനും ഉണ്ട്. അതുകൊണ്ട് 2.5 സ്റ്റാക്ക് വൃത്തി ഉണ്ടാവും ഇത്. അവിടെ 2 സ്റ്റാക്കിന് മുകളിലൊക്കെ പെർഫെക്റ്റ്. നമുക്ക് തന്നെ കുറച്ച് ഗോൾഡും കൂടി എടുക്കാം. അതും ആവശ്യം വരും. ആണ് എന്നോട് ചോദിക്കുന്നത്. അതിൽ ആവശ്യം നമുക്ക് ഗോൾഡൊക്കെ പവേർഡ് റെയിലിന് വേണം. ക്ലോക്ക് എന്തിനാണെന്ന് അറിയില്ലല്ലോ. എടാ ഞാൻ പെട്ടേ. അപ്പം നമ്മൾ കുറേ എണ്ണത്തിന് തീർത്തിട്ടുണ്ട്. എന്നാലും ഇവിടെ പിന്നെയും ഗോൾഡ് നമുക്ക് എന്തായാലും ആവശ്യം വരും. എന്തായാലും ഉറപ്പാണ് നമുക്ക് ഗോൾഡ് ആവശ്യം വരും. കാരണം ഇപ്പം വന്നിട്ട് ടെക്നീക്സില്ലേ അവന്മാർക്കൊക്കെ ബ്ലാക്ക് സ്റ്റോൺ അല്ലേ? അയ്യോ ഗാസ്റ്റ്. അയ്യോ ഈ ഓപ്പണിൽ നിൽക്കുന്നത് അത്ര നല്ലതൊന്നല്ല. എന്നാലും നമുക്ക് വീട്ടിൽ പോയാലോ. അയ്യോ പെട്ടടാ പെട്ട്. ചത്ത്. ഒന്നുമില്ല, ഇനിയൊന്നും നോക്കാനില്ല. എടാ ബഗ്ഗായി. അതെന്തുവാ? ഒരു മിനിറ്റ്. ഓക്കെ. ഇനി കയ്യില്ല. നമുക്ക് വീട്ടിൽ പോവാം. ഫുൾ ഹെൽത്തായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് അനങ്ങണിഞ്ഞു. നമുക്ക് താണ്ട് അവിടെ എത്താം. നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ എങ്ങനെ എത്തും? എടാ മോനെ, എടാ പിഗ്ലിൻസ് എടാ ഒരു കാര്യം ചെയ്താലോ നമുക്ക്? എൻ്റെ ഒരു കുരുട്ട് ബുദ്ധി തോന്നിയൊരു ഐഡിയ ആണ്. ആദ്യം തന്നെ നമുക്ക് കണ്ട ഇവിടെ 2 ഉണ്ടാക്കാം. ബിൽഡിംഗ് ബ്ലോക്കൊക്കെ തീരുകയാണ്. തൽക്കാലം ഇപ്പം നെതറാക്കിനെ കൊണ്ട് ബിൽഡ് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് ഓടി വരിക. 2-3 ബ്ലോക്ക് ഒന്ന് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഒരു ഗോൾഡ് ഫാമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ചാത്തി കാണാം. അയ്യോ ചത്ത്. അയ്യോ ഗാസ്റ്റ് എൻ്റെ മോനെ. എടാ പ്ലേസ് ചെയ്യണം. വെട്ട്. എടാ ഡീസ്പോണേ. എടാ എനക്ക് ഭാഗ്യമുണ്ട്. അത്യാവശ്യം ഭാഗ്യമുണ്ടടാ. ഇഞ്ചിൻ്റെ മുകളിൽ നിന്ന് ലാവിങ് അത് അടുത്ത ഗതികേട്. എടാ ഞാൻ ജസ്റ്റ് ഇത് മുമ്പിലേക്ക് ബ്ലോക്ക് വെക്കാനാവില്ല. ഞാൻ വല്ല ഗോൾഡ് ഫാം, മാങ്ങാ ഫാം എന്നൊക്കെ പറഞ്ഞിട്ട് പങ്കാസിൻ്റെ അടി കൊണ്ട് എൻ്റെ മോനെ. എവിടെ പോർട്ടൽ എവിടെടാ? നമ്മൾ പെട്ടു. എടാ പോർട്ടൽ കാണുമാറി. അയ്യോ പോർട്ടൽ കാണുമാറി. ഇതന്നെ അല്ല ഇതല്ല.
അയ്യോ രക്ഷിക്കണേ. നമ്മൾ ഇവിടെ നിന്നങ്ങാത്തല്ലേ ഇറങ്ങി വന്നേ. താണ്ട് കിടക്കണം. അയ്യോ പിന്നെ അതപ്പതിനൊക്കെയാണ് പോകുന്നത്. എനിക്ക് കാശല് പിന്നെ പേടിയില്ലടാ. അയ്യോ അയ്യോ മരിച്ച് എല്ലാം പോച്ചടാ, എല്ലാം പോച്ച്. അയ്യോ അയ്യോ എൻ്റെ ലൂട്ട് പോയ എൻ്റെ അതിങ്ങാട്ട് ലാവേ പോയ ഞാൻ മൈൻക്രാഫ്റ്റ് കത്തിക്കും. മൈൻക്രാഫ്റ്റിന് ഞാൻ തീയിടും. തീയിടുന്ന് പറഞ്ഞാൽ തീയിടും. ഞാൻ സീഡനിൽ പോയി തീയിടും. അങ്ങനെ അയ്യോ 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 ഇനി മരണമായിരിക്കും. ഇനി ഫുള്ള് മരണമായിരിക്കും. അയ്യോ എടാ ഞാൻ ഇവിടെ എത്തി. പക്ഷെ പ്രശ്നം ഇപ്പം ഉണ്ടായത് എൻ്റെ പിക്കാക്സ് ആണ്. പിക്കാക്സ് ഉണ്ട്. നോക്കാം. എൻ്റെ സോഡും കൂടി ഉണ്ടെങ്കിൽ ഇനിയൊക്കെ തീർന്ന. അയ്യോ എൻ്റെ ആർമറൊക്കെ അവനെടുത്തിട്ടേക്ക്. എടാ ഇവനെ കിട്ടുന്നില്ല. ചുമലിൻ്റെ സൈഡ് നിൽക്കുകയാണ് ചെയ്യുന്നത്. പ്രാവശ്യം അമ്പ് വിടും. എന്നിട്ട് നമ്മൾ അയ്യോ ഓക്കെ ഓക്കെ എടാ എല്ലാം ഓക്കെ. എൻ്റെ ക്ലച്ചാണ് കൂട്ടുകാർ നിങ്ങളിനി കാണാൻ പോകുന്നത്. എന്ത് എടാ അവന്മാരെന്നെ മറന്ന് ഇനി ജീവനും കൊണ്ട് രക്ഷപ്പെടാം. പക്ഷെ ചെസ്റ്റ് പ്ലേറ്റ് അയണല്ലേ. അയൺ നമുക്കുണ്ടാക്കാം. ഇതിനൊക്കെ പെട്ടെന്ന് ഈ ബ്ലോക്ക് പ്ലേസ് ചെയ്യണം. അതിനെന്താണെന്നൊക്കെ അറിയില്ല. പണ്ടത് സ്കില്ലൊക്കെ പോയാച്ച്. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ബ്ലോക്ക് വെച്ച് തുള്ളി പോയായിരുന്നു. പ്ലേസ് എത്തോ. ഇനി എനിക്ക് അവിടെ വരെ പോകണം. അയ്യോ എൻ്റെ വലിയ സ്കില്ല് ശരിയില്ല. ഇപ്പം ഞാൻ ജാവാ നെതറിൽ അങ്ങനെയല്ല. ഞാൻ ചത്തിട്ട് ഞാൻ തിരിച്ചു വന്നില്ല. റിവെഞ്ചും അല്ലല്ലോ. എന്തൊരു ജന നിനക്ക് നല്ല വേഴ്സ്റ്റ് സ്പോണാണ് കേട്ടോ കിട്ടിയത്. സത്യം പറയാൻ എനിക്ക് ഇഷ്ടമായില്ല. എനിക്ക് സ്പോൺ ഇഷ്ടമായില്ല. എൻ്റെ മോനെ ഇവിടെ നിന്ന് അച്ഛന് മണ്ണടിച്ചു കൂടാതെ ശുഭാവും. എത്തി സാധാരണമായി അയ്യോ റെഡി ക്രീപ്പറിനെ കൊള്ളാം. ഇത് കൊള്ളാലോ. അല്ല പിന്നെ നമ്മളോടെ അവൻ്റെ കളിയെ ഓക്കെ ഗൈസ്. അപ്പം നമ്മൾ നെതറിൽ പോയി കൊണ്ടുവന്നത് ഇവിടെ നമുക്ക് ഈ ഒരു ചെസ്റ്റിൽ വെക്കാം. ചെസ്റ്റിൽ വേറെ ഒന്നും ഇല്ലല്ലോ എന്ന് പറയാൻ വന്നതായിരുന്നു. സാരമില്ല. നമ്മൾ
ഇതാണ്ട് ഈ റോയിൽ വെക്കാം. ഒരു സ്റ്റാക്ക് 15 നെതറാക്ക്, 2 സ്റ്റാക്കും 42 മാഗ്മ. ലാവ ബക്കറ്റ് ഓൾറെഡി എൻ്റെ അടുക്കുണ്ട്. പിന്നെ നമ്മൾ 28 ക്വാർട്സ് കൊണ്ടുവന്നു. വേറൊന്നും കൊണ്ടുവന്നില്ല. സങ്കടമൊന്നുമില്ല. അപ്പം നമുക്ക് ഒരു ഫുൾ സെറ്റ് ഓഫ് ന്യൂ ആർമർ വേണം. പിന്നെ നമുക്ക് ഓൾറെഡി കുറച്ചുണ്ട്. ഒരു പാൻറ്റും ഒരു ഷർട്ടും ഉണ്ട്. അതല്ലാണ്ട് ഒരു ഹെൽമെറ്റും ഒരു ബൂട്ടും വേണം. കുഴപ്പമില്ല, നമുക്ക് ഓൾറെഡി അതുണ്ട്. ഹെൽമെറ്റും ബൂട്ടും ഉണ്ടാക്കാം. നമുക്ക് എന്തിനാ പേടി? ഇട്ടു കുട്ടപ്പനായി ബ്രോ. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. അപ്പം ഇന്ന് നമ്മൾ നെതറിൽ പോയി. ഇനി നമുക്ക് നാളത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കണം. അതാണ് ആ മലയുടെ സൈഡിൽ ഉണ്ടാക്കാനാണ് എൻ്റെ ഒരു നിഗമനം. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുവാണ് ഇതിൻ്റെ സഹായിക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് എടുക്കാം സ്ക്രീൻഷോട്ട്. പെർഫെക്റ്റോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. 2-3 പ്രാവശ്യം ചാവാൻ പോയെങ്കിലും ഫുഡ് കിട്ടിയില്ല. ഫുഡ് തിരിച്ചു കിട്ടിയില്ല. പോയെങ്കിലും നമ്മൾ ജീവനോടെ ഒറ്റ പീസായി ഇവിടം വരെ എത്തിയിട്ടുണ്ട്. റീസ്പോണായി പോയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ജസ്റ്റ് വിളിച്ച് അവനാണ് നിൽക്കുന്നുണ്ട്. അവനെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.